ഒരു വീടിന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ അല്ലെങ്കിൽ മുറി അഥവാ കന്നിമൂലയിലുള്ള മുറി എന്ന് പറയുന്നത് വാസ്തുശാസ്ത്രപ്രകാരം അനുസരിച്ച് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഭാഗമാണ്. എന്നാൽ പല ആളുകളും കന്നിമൂലയിലെ മുറിയിൽ ആരാണ് കിടക്കേണ്ടത് എന്നതിനെ പറ്റിയും അതുപോലെ തന്നെ കന്നിമൂലയിലെ മുറിയിൽ ചെയ്യരുതാത്ത കാര്യങ്ങളെ പറ്റിയും ചെയ്യേണ്ടതായ കാര്യങ്ങളെ പറ്റിയും ഒന്നും തന്നെ ഒരു ധാരണയുമില്ല. എന്നാൽ ഇപ്രകാരം കന്നിമൂലയിൽ കിടപ്പുമുറി വരുന്ന വീടുകളിൽ ചെയ്യുന്ന ചില തെറ്റുകൾ ആ വീടുകളിൽ വലിയ തരത്തിലുള്ള ആപത്തുകളും വിട്ടുമാറാത്ത ദുരിതങ്ങളും വന്നു ചേരുവാൻ കാരണമാകുന്നു. അതിനാൽ തന്നെ അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് വീടിന്റെ കന്നിമൂലയിൽ വരുന്ന കിടപ്പുമുറി എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ വീടിന്റെ കന്നിമൂലയിൽ മുറിയിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റി ഇന്നത്തെ അധ്യായത്തിൽ നാം വിശദീകരിക്കുന്നുണ്ട്. എല്ലാവർക്കും തന്നെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എല്ലാ ആളുകളും തന്നെ വീട് വാങ്ങുമ്പോഴും വീട് പണിയുമ്പോഴും ഒക്കെ വാസ്തുശാസ്ത്രത്തിന് വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കുന്നു. എന്നാൽ പലപ്പോഴും അറിവില്ലായ്മ കൊണ്ടായിരിക്കാം പല ആളുകളും കന്നിമൂലയിൽ മുറിയുമായി ബന്ധപ്പെട്ട് നിസാരമല്ലാത്ത പല തെറ്റുകളും ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റാണ് കന്നിമൂലയിലെ മുറി ഒഴിച്ചിടുന്നത്. ഇപ്രകാരം കന്നിമൂലയിൽ വരുന്ന മുറി ഒഴിച്ചു കിടക്കുന്നത് ആ വീട്ടിൽ ജീവിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥയെ വരെ തകിടം മറിക്കാവുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് വഴിവെക്കും എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഒഴിഞ്ഞിട്ട് ആ വീട്ടിലുള്ളവർക്ക് നേരമുണ്ടാകില്ല. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കന്നിമൂലയിലെ മുറി ഇപ്രകാരം ഒഴിഞ്ഞു കിടക്കുന്നതും അതുപോലെ തന്നെ കന്നിമൂലയിൽ ചെയ്യുന്ന മറ്റ് തെറ്റുകളും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആ വീട്ടിലെ സ്ത്രീകളെ ആയിരിക്കും. സ്ത്രീകളെ ബാധിക്കും എന്ന് പറയുമ്പോൾ ആ വീട്ടിലുള്ള മറ്റ് വ്യക്തികൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് ഇതിന് അർത്ഥമില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമല്ല, ജീവിതം വളരെയധികം കഷ്ടപ്പാട് നിറഞ്ഞ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും ഇപ്രകാരം കന്നിമൂലയിൽ മുറി വരുന്ന വീടുകളിൽ ചെയ്യുന്ന തെറ്റുകളുടെ ദോഷഫലമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിന്റെ കന്നിമൂലയിലുള്ള മുറി ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന മറ്റൊരു പ്രശ്നം വിട്ടുമാറാത്ത കാര്യങ്ങളടക്കം ഉദ്യോഗ കയറ്റത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളും ഒക്കെ ആയിരിക്കും. അതായത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു ഉയർച്ചയിലേക്ക് എത്തുവാൻ ശ്രമിക്കും തോറും നിങ്ങളുടെ ഭവനം ദരിദ്രത്തിലേക്ക് കൊടിയ കഷ്ടപ്പാടിലേക്കും കൂപ്പുകുത്തുന്ന അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെ സന്താനങ്ങളുടെ അഭിവൃദ്ധിയുമായി ബന്ധപ്പെട്ടും അഭേദ്യമായ ബന്ധമുള്ള ഒരു ഭാഗമാണ് വീടിന്റെ കന്നിമൂലയിലുള്ള മുറി എന്ന് പറയുന്നത്. അതായത് കന്നിമൂലയിലുള്ള മുറി ഒഴിച്ചിടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള സന്താനങ്ങളുടെ ഉയർച്ചയുടെ കാര്യത്തിൽ എന്തെന്നില്ലാത്ത അനിശ്ചിതത്വം നേരിടുന്ന അവസ്ഥയിലായിരിക്കും ഉണ്ടാകുന്നത്. വീട്ടിലെ ആൺകുട്ടികളെ ജോലിയിലേക്ക് പ്രവേശിക്കുവാനുള്ള തടസ്സം, ജോലി മേഖലകളിലെ ഉന്നമനത്തിന് തടസ്സം എല്ലാം വളരെയധികം നേരിടേണ്ടി വരും. ഇനി പെൺകുട്ടികളാണെങ്കിൽ വിവാഹ പ്രായം കഴിഞ്ഞാലും വിവാഹ തടസ്സങ്ങൾ, വിവാഹം കഴിഞ്ഞവരിൽ സന്താനഭാഗ്യം ലഭിക്കാത്ത അവസ്ഥകളിലും അവരെ കന്നിമൂലയിലെ മുറി ഒഴിഞ്ഞു കിടക്കുന്നതിലൂടെ വന്നു ചേരും. അതുപോലെ തന്നെ ഇനി എടുത്തു പറയേണ്ടത് കന്നിമൂലയിലെ മുറി ഉപയോഗിക്കേണ്ടത് ആരൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. തീർച്ചയായിട്ടും കന്നിമൂലയിലെ മുറി ആ വീടിന്റെ പ്രധാനപ്പെട്ട മുറിയായി വരുന്നതാണ് ഏറ്റവും ഉത്തമം. അതായത് ആ വീട്ടിലെ കുടുംബനാഥയും അതല്ല എന്നുണ്ടെങ്കിൽ വീട്ടിലെ ആൺമക്കളുടെ വിവാഹം കഴിയുമ്പോൾ മുതൽ ആ ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള നവദമ്പതികൾക്കും ഏറ്റവും ഉത്തമകരമാണ് കന്നിമൂലയിലെ കിടപ്പുമുറി. ഇപ്രകാരം ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള രണ്ടുപേർ ആ മുറി ഉപയോഗിക്കുമ്പോൾ അത് വീട്ടിലെ ഉയർച്ചയ്ക്കും അതേസമയം ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സമാധാനവും സന്തോഷവും നിറഞ്ഞ ജീവിതത്തിനും ഏറ്റവും ഗുണകരമായിരിക്കും. എന്നാൽ ഇതിന് വിപരീതമായി പല വീടുകളിലും കുട്ടികളുടെ കിടപ്പുമുറിയായും ഡ്രോയിങ് റൂമായും ഒക്കെ കന്നിമൂലയിലെ മുറി ഉപയോഗിക്കാറുണ്ട്. ഇത് തീർച്ചയായിട്ടും ശുഭകരമായി കണക്കാക്കപ്പെടുന്നില്ല. അതുപോലെ തന്നെ കന്നിമൂലയിൽ അടുക്കളയും ശുചിമുറിയും ഒക്കെ വരുന്നത് വാസ്തുശാസ്ത്രപരമായി വളരെയേറെ ദോഷങ്ങളെ നിങ്ങളുടെ ഭവനത്തിലേക്ക് വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമായിട്ടാണ്. ഇതിനു പുറമെ കന്നിമൂലയിലൂടെ നടകൾ വരുന്ന രീതിയിലുള്ള സ്റ്റെയർ കേസുകളും അല്ലാന്നുണ്ടെങ്കിൽ കന്നിമൂലയിൽ കാർ പോർച്ചും സിറ്റ് ഔട്ടും പക്ഷികളെ വളർത്തുവാനുള്ള കൂടുകളും നായകളെ വളർത്തുവാനുള്ള കൂടുകളും ഒന്നും തന്നെ വരുന്നത് തീർത്തും ശുഭകരമല്ലാത്ത കാര്യമാണ്. അതിനാൽ ഈ കാര്യങ്ങളൊന്നും തന്നെ കന്നിമൂലയിൽ വരാതിരിക്കുവാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതെല്ലാം ഒരു വീട്ടിൽ ചെയ്തതിനു ശേഷം സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും ഉയർച്ചകളും ഒന്നും വരുന്നില്ല എന്ന പരാതി പരിഭവവും പറയുന്ന പല
ആളുകളെയും ദൈനംദിനം കാണാറുള്ളത് കൊണ്ട് തന്നെ ഇതിനെപ്പറ്റി എടുത്തു പറയുന്നത് നിങ്ങൾ കാര്യഗൗരവത്തോടെ തന്നെ ഈ ഒരു കാര്യങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുടുംബം തന്നെ തരിപ്പണമാകുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളായിരിക്കും നിങ്ങളുടെ വീടുകളിൽ നിലനിൽക്കുക. എത്രയൊക്കെ ശ്രമിച്ചാലും ഒരു ഉന്നമനവും കാണുവാൻ കഴിയില്ല. ഇനി അടുത്തതായിട്ട് കന്നിമൂലയിലെ മുറിയുമായി ബന്ധപ്പെട്ട് പല ആളുകളും വളരെ നിസ്സാരമായി കാണുന്ന ഒരു കാര്യമാണ്. പുറത്തെവിടെയെങ്കിലും ഒക്കെ ഇട്ട ചെരുപ്പ് ഉപയോഗിച്ച് കന്നിമൂലയിലെ മുറിയിലേക്ക് കയറും. അതുപോലെ തന്നെ ബാത്റൂമിൽ പോയതിനു ശേഷം നനഞ്ഞ ചെരുപ്പുമായി കന്നിമൂലയിലെ മുറിയിലൂടെ നടക്കുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഭവനത്തിലേക്ക് നെഗറ്റീവ് ഊർജത്തെ നിറയ്ക്കുവാനും ദോഷഫലങ്ങളെ വിളിച്ചു വരുത്തുവാനും ഇത്രയേറെ കാരണമാകുന്ന മറ്റൊരു വസ്തുവുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഏറ്റവും അധികം നിങ്ങൾ പ്രാധാന്യം നൽകേണ്ട ഒരു കാര്യമാണിത്. കന്നിമൂലയിലെ മുറിയുടെ വൃത്തി എന്ന് പറയുന്നത് കന്നിമൂലയിലെ മുറി വൃത്തിയായി സൂക്ഷിക്കുവാൻ കഴിയുന്നവരും കൂടിയാകണം. അവിടെ ജീവിക്കുന്നവർ ഒരു കാരണവശാലും ചപ്പുചവറുകൾ കന്നിമൂലയിലെ മുറിയിൽ കൂട്ടിയിടുകയോ മാറാലയും പൊടിയും പിടിച്ച രീതിയിൽ കന്നിമൂലയിലെ മുറി ഇടുവാനോ ഒന്നും പാടുള്ളതല്ല. അതുപോലെ തന്നെ ചില വീടുകളിൽ വീടിന്റെ മുറികളിലെ നിലയിലെ കന്നിമൂലയിലുള്ള മുറി പല ആളുകളും ഒഴിച്ചിടാറുണ്ട്. മിക്കവാറും സാഹചര്യങ്ങളിലും ആ വീടുകളിൽ ഒന്നോ രണ്ടോ പേർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാലും വലിയ വീടായിരിക്കും. അപ്പോൾ പിന്നെ മുകളിലേക്ക് പോകുവാൻ ബുദ്ധിമുട്ടുകൊണ്ട് ആ മുറിയിൽ ഒരു വെളിച്ചം പോലും ഇല്ലാത്ത രീതിയിലായിരിക്കും കിടക്കുക. ഇത് അതീവ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ മുറി ഒഴിഞ്ഞു കിടക്കുന്നത് നിങ്ങളുടെ വീടിനെ മുഴുവനായിട്ട് തന്നെ നെഗറ്റീവ് ഊർജം വരെ വളരെ ദോഷകരമായ രീതിയിൽ ബാധിക്കുവാനും ആ ഭവനത്തിലുള്ള വ്യക്തികളുടെ തകർച്ചയിലേക്ക് ഇത് വഴിവെക്കുകയും ചെയ്യും. അതിനാൽ ഒരു കാരണവശാലും കന്നിമൂലയിലുള്ള മുറി ആരും ഉപയോഗിക്കാത്ത നിലയിൽ ഇടുകയോ കുട്ടികളുടെ മുറിയായി ഉപയോഗിക്കുകയോ അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ ചെയ്യുവാൻ പാടില്ല. ഇനി കന്നിമൂലയിലെ മുറിയുടെ പുറം ഭാഗം വരുന്ന ഭാഗം നിങ്ങൾ വളരെ വൃത്തിയായി സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചില പ്രത്യേക ചെടികളൊക്കെ കന്നിമൂലയിലെ മുറിയുടെ പുറം ഭാഗത്തേക്ക് നട്ടുപിടിപ്പിക്കുന്നത് ഉത്തമമായി കാണപ്പെടുന്നു. അതിനെപ്പറ്റിയെല്ലാം വിശദമായിട്ട് മുൻപ് പല അധ്യായങ്ങളിലും ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല കന്നിമൂലയിലെ മുറിയിൽ വലിയ അലമാരകളും വലിയ കട്ടിലുകളും വലിപ്പമുള്ള വസ്തുക്കളും ഒക്കെ വെക്കുവാൻ ഏറ്റവും ഉത്തമമാണ്. പണം, സ്വർണം എന്നീ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചുവന്ന പട്ടിൽ കന്നിമൂലയിലെ മുറിയിലെ അലമാരയിലോ മറ്റു സൂക്ഷിക്കുന്നത് വീട്ടിലേക്ക് ധനവരവും സാമ്പത്തികമായ ഉയർച്ചയും വന്നു ചേരുവാൻ ഇടയാക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കന്നിമൂലയിലെ കിടപ്പ് മുറിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഉയർച്ചയും നേട്ടങ്ങളും എല്ലാം വരുവാനിടയാക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. എൻ്റെ സന്ധ്യാപ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ.